നമ്മുടെ മോഡ്യൂള് 3 and 4 ഒരു ടോപ്പിക്കാണ് അടുത്തത്, ലോറൻസ് സീരീസ്. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദ്യം ചോദിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരു 7 മാർക്ക് ഉറപ്പാണ് കേട്ടോ. 7 ഇല്ലെങ്കിൽ 5 മാർക്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇപ്പോൾ തൽക്കാലം എടുക്കുന്നുള്ളൂ. ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ പഠിക്കുന്നതിന് മുമ്പ് ഒരു ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഒരു എക്സ്പാൻഷനാണ്. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഫോർമുലയാണ് 1 - u ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 + u + u സ്ക്വയർ + u ക്യൂബ് അങ്ങനെ എക്സെട്ര എല്ലാം പ്ലസ് ആണ്. 1 + u ഹോൾ ഇൻവേഴ്സ് ആണെങ്കിലോ 1 - u + u സ്ക്വയർ - u ക്യൂബ് എന്നുള്ള എക്സ്പാൻഷൻ. ഈ രണ്ട് ഫോർമുല അറിഞ്ഞാലേ നമുക്ക് ലോറൻസ് സീരീസിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മോഡുലസ് ഓഫ് ഒരു ഫംഗ്ഷൻ <1 അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. എന്തെങ്കിലും ഒരു സാധനം <1 ആയിരിക്കും. ശ്രദ്ധിക്കണേ, അത് ആണ്, <1 ആവും എന്ന് നമ്മൾ ഒരു പഠിച്ചേക്കണം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക, എക്സ്പാൻഡ് ഒരു ഫംഗ്ഷൻ തരും ഇൻ ദ റീജിയൻ mod z <1, അതുപോലെ 1 mod z <2, mod z <2. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3 റീജിയൻ ഉണ്ട്. 3 റീജിയനിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ലോറൻസ് സീരീസിൽ എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഫാക്ടറൈസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആണോ നോക്കണം. ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും തരിക. അപ്പോൾ അതിനെ പ്രോഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. എന്നിട്ട് ഈ ടേമിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അതായത് 1/z - 1 × z - 2 എന്ന ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പോകണം. പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഫ്രാക്ഷനാക്കി മാറ്റാം. a/z - 1 + b/z - 2. ഇത് 3 പ്രോഡക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്താ വരിക, അതിന് a/b/ + c/ അങ്ങനെ 3 പ്രോഡക്റ്റ് ആയിട്ട് വരും. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്ന ഈ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഈ 2 ടേമിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ എയുടെ താഴെയുള്ള ടേമായിട്ട് വെട്ടിപ്പോവും. അപ്പോൾ 1 സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പഠിച്ചാലും മതി. ശരിക്കും നടക്കുന്ന 3 പ്രോഡക്റ്റ് വരുമ്പോൾ കൺഫ്യൂഷൻ വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഈ 2 ടേമിനെയും പിടിച്ച് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക, a × z - 2, എയുടെ കൂടെയുള്ള z - 2 ആവും, + b × z - 1 ഇങ്ങനെ വരും. ഈ സ്റ്റെപ്പ് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അല്ല, ഇത് നമ്മൾ എഴുതുന്നത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂ കാണാൻ ഈ 2 ടേം ഉണ്ടല്ലോ, ഇതിൽ ഓരോന്നിനെ 0 ആക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഞാനിതിന് z-ന് 2 കൊടുക്കുകയാണേ. അതായത് പുട്ട് z = 2, z-ന് 2 കൊടുത്തു. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. 1 = എന്ത് വരും, a × 2 - 2 കണ്ട 2 - 2 + b × 2 - 1 എന്ന് വരും. അപ്പോൾ 1 = ഇത് 0 ആയി പോവും, + b × 1. അപ്പോൾ 1 = എന്ത് കിട്ടി, ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. അതേപോലെ ഇതിന് 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി, പുട്ട് z = 1 കൊടുക്കുക. പുട്ട് z = 1. അപ്പോൾ 1 ഈ ഒരു ഇക്വേഷനിൽ തന്നെ എന്നിട്ട് കൊടുക്കുന്നത് 1 = a × 1 - 2 + b × 1 - 1. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 1 = a × -1 + 0 എന്ന് കിട്ടും. അപ്പോൾ 1/-1 = a എന്ന് കിട്ടും. അതായത് എയുടെ വാല്യൂ = -1 എന്നായി മാറി. നമ്മളിപ്പോൾ ചെയ്തത് ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ബിക്ക് ഒരു വാല്യൂ കിട്ടി, എക്ക് ഒരു വാല്യൂ കിട്ടി. ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. അതായത് നമ്മൾ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ആ വാല്യൂവിൽ എയുടെയും ബിയുടെയും സ്ഥാനത്ത് ഇപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, 1/z - 1 × z - 2 = a/z - 1 + b/z - 2. അങ്ങനെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ എയുടെ സ്ഥാനത്ത് നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുക്കും, -1/z - 1 + ബിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്ത് 1/z - 2. ഇനി ഇതാണ് നമ്മുടെ എന്ത് ഫംഗ്ഷൻ. അപ്പോൾ അതായത് ഒരു ലോറൻസ് സീരീസിൻ്റെ ഒരു പ്രോബ്ലത്തിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇങ്ങനെയാണ്, തന്നിരിക്കുന്ന ഫംഗ്ഷനെ ആയിട്ടുള്ള ഫംഗ്ഷനെ മാറ്റി പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ഓരോ റീജിയൻസ് എടുക്കുകയാണ്. അതിലൊന്നാമത്തെ റീജിയനാണ് പറയുന്നത് mod z <1. ഇതാണ് ഒന്നാമത്തെ റീജിയൻ. ഈ റീജിയൻ പറയുന്നതിന് പകരം ചിലപ്പോൾ ബ്രാക്കറ്റിൽ വേറൊരു പേര് കൂടിയും പറയാറുണ്ട്, ടെയ്ലേഴ്സ് സീരീസ്. അപ്പോൾ ടെയ്ലേഴ്സ് സീരീസ് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു റീജിയൻ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെയ്ലേഴ്സ് സീരീസിൽ എക്സ്പാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ f(z) എടുത്ത് എഴുതുന്നു. ഇനി നമ്മുടെ f(z) എന്ന് വിളിക്കുന്നത് എന്താണ്, ആ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടേമാണ് 1/z - 1 1/z - 2. ഇതാണ് നമ്മുടെ f(z). ആ f(z)ൽ ഞാൻ ആദ്യം പറഞ്ഞൊരു ഫോർമുല ഉണ്ടല്ലോ,
1 മൈനസ് യു ഹോൾ ഇൻവേഴ്സ് എന്നാക്കുന്ന ആ ഫോർമുലയാക്കാണ്. അതായത് ഈ ടേമിലെ ഇവിടെ 1 ഫസ്റ്റ് വരുത്തുക, ഇവിടെ 1 വരണം, അതുപോലെ ഈ ടേമിൻ്റെ ഇവിടെ 1 വരണം. അപ്പോൾ 1 വരുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഇസഡിനെ ഔട്ട് സൈഡ് എടുക്കാം അല്ലേ, അല്ലെങ്കിൽ ഒന്ന് തിരിച്ചിട്ടാലും മതി. അപ്പോൾ ഈ ഒരു റീജിയൻ മോഡ് സെഡ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ റീജിയൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള കോൺസ്റ്റൻറ്റിനെ ഔട്ട് സൈഡ് എടുക്കുക. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ -1/z-1 കോൺസ്റ്റൻറ്റ് -1 ആണല്ലേ, ആ -1നെ ഞാൻ ഒന്ന് ഔട്ട് സൈഡ് എടുക്കുന്നു, അതായത് -1നെ ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ എന്തായി മാറുന്നത്, ഇത് 1 - z എന്നായി മാറും. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി മാറും. പ്ലസ് 1 അടുത്തതിൽ എന്തിനാ ഔട്ട് സൈഡ് എടുക്കുന്നു, -2ന് ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ ഇസഡിൻ്റെ അവിടെ 1 - z/2 എന്ന് വരും. കാരണം ഇവിടെ 2 ഇല്ലാത്തതുകൊണ്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ അതെന്തായി മാറും, z/2. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ടേമിനെ മുകളിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ മൈനസ് കട്ടായി. അപ്പോൾ ഈ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് വരുന്നത്, 1 - z ഹോൾ ഇൻവേഴ്സ് എന്ന് വരും. ഇവിടെയോ -1/2 ഇൻറ്റു 1 - z/2 ഹോൾ ഇൻവേഴ്സ് വരും. ഡിനോമിനേറ്ററിന് മുകളിലേക്ക് പോകുമ്പോൾ അതെന്തായി മാറും, ഇൻവേഴ്സ് ആവും. ഇവിടെയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യുന്നത്. 1 - z ഹോൾ ഇൻവേഴ്സിൻ്റെ എക്സ്പാൻഷൻ എന്താണ്, 1 + z + z² എക്സെട്ര. അതുപോലെ -1/2 ഇൻറ്റു അവിടെ എന്താ റിസൾട്ട്, 1 + യുവിൻ്റെ പ്ലേസിൽ z/2 എന്നാണ്, പ്ലസ് z/2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതാണ് ഫസ്റ്റ് കേസിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് റീജിയൻ 1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 2. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ റീജിയനെ രണ്ടാക്കുക, 1 ലെസ് ദാൻ മോഡ് സെഡ് എന്നും കുറച്ച് സ്പേസ് ഇട്ടിട്ട് മോഡ് സെഡ് ലെസ് ദാൻ 2 എന്നാക്കുക. ഇപ്പോഴാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഒരു മോഡുലസ് ഓഫ് എന്തെങ്കിലും ഒരു സാധനം ലെസ് ദാൻ 1 ആക്കണമെന്ന്. ആ ലെസ് ദാൻ 1 ആക്കാൻ പോവാണ്. ഇതിനെ താഴോട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായി മാറും, 1/mod z ലെസ് ദാൻ 1 ആയി. ലെസ് ദാൻ 1 എന്നാക്കാൻ നോക്കുക. അടുത്തതോ mod z/2 ലെസ് ദാൻ 1. അപ്പോൾ രണ്ട് ടേമിനെയും നമ്മൾ രണ്ട് റീജിയനെ എന്താക്കുന്നു, ലെസ് ദാൻ 1 എന്നാക്കി മാറ്റുന്നു. എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. f(z) നേരത്തെ പറഞ്ഞതാണ് ക്വസ്റ്റ്യൻ, -1/z - 1 + 1/z - 2. ഇങ്ങനെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇങ്ങനെ നമ്മൾ ലെസ് ദാൻ 1 ആക്കുന്ന സമയത്ത് ഡിനോമിനേറ്റർ എന്താ വന്ന്, ഇവിടെ z വന്നു, ഇവിടെ 2 വന്നു അല്ലേ. 2 വന്ന ടേമിൽ നിന്ന് 2നെ പുറത്തേക്ക് എടുക്കുക, z വന്ന ടേമിനെ z പുറത്തേക്ക് എടുക്കുക. അതായത് -1/, ഞാനിവിടെ z ആദ്യം ഔട്ട് സൈഡ് എടുക്കുക. z പോയാൽ അവിടെ 1 - 1/z എന്ന് വരും. പ്ലസ് ഇവിടെ ആരിനെ വിളിക്കുന്നത് 2 ആണ്, -2ന് വെളിയിൽ പോണേ, -2 ഇൻറ്റു 1 - z/2. അപ്പോൾ എന്തുണ്ടായത്, നേരത്തെ രണ്ട് ടേമിലും കോൺസ്റ്റൻറ്റിനെ പുറത്ത് ആക്കിയിട്ടാണ് ഇവിടെ 1 വരുത്തിയത്. പക്ഷെ ഇവിടെ z പുറത്തേക്കാക്കി, ഇവിടെ -2നെ വെളിയിലെടുത്തു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ വരിക, -1/z ഇൻറ്റു 1 - 1/z ഹോൾ ഇൻവേഴ്സ് -1/2 ഇൻറ്റു 1 - z/2 ദി ഹോൾ ഇൻവേഴ്സ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്, -1/z ഇൻറ്റു 1 പ്ലസ് യുവിൻ്റെ സ്ഥാനത്ത് ആരാ 1/z പ്ലസ് 1/z ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര -1/2 ഇൻറ്റു 1 പ്ലസ് z/2 പ്ലസ് z/2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്തുണ്ടായെന്ന് ഓർമ്മയുണ്ടോ, ഫസ്റ്റ് കേസിൽ രണ്ട് ടേമിൽ നിന്നും കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തു. ഇവിടെ എന്തുണ്ടായത്, ഒരു ടേമിൽ നിന്ന് ഇസഡിനെ, ഒരു ടേമിന് കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തു. മൂന്നാമത്തെ കേസാണ് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 2. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ, മോഡ് സെഡ് നമുക്ക് ലെസ് ദാൻ 1 വരുത്തണം. അപ്പോൾ അതിൽ ഗ്രേറ്റർ ദാൻ മാറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ചിട്ടു. 2 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ ആക്കി മാറ്റി. അപ്പോൾ 2/mod z ലെസ് ദാൻ 1 ആയി. അപ്പോൾ ലെസ് ദാൻ 1 ആയി അല്ലേ. ലെസ് ദാൻ 1 ആക്കിയതിന് ശേഷം വീണ്ടും ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. f(z) = -1/z - 1 പ്ലസ് 1/z - 2. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ഡിനോമിനേറ്ററിൽ ആരാ, z ആണ് അല്ലേ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 ഡിനോമിനേറ്റർ വന്നപ്പോൾ 2നെ പുറത്തേക്ക് എടുത്തു, z വന്നപ്പോൾ z പുറത്തേക്ക് എടുത്തു. ഫസ്റ്റ് കേസിൽ രണ്ടിലും കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്ത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ z ആണ്. അപ്പോൾ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, z പുറത്തേക്ക് എടുക്കുക. അതായത് -1/z ഇൻറ്റു 1 - 1/z
പ്ലസ് 1/z ഇൻറ്റു 1 - 2/z. രണ്ട് ടേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇസഡിനെ പുറത്തേക്ക് എടുക്കുന്നു. ഇനി മുകളിലേക്ക് കൊണ്ടുപോകാൻ പഴയ പോലെ -1/z ഇൻറ്റു 1 - 1/z ഹോൾ ഇൻവേഴ്സ് പ്ലസ് 1/z ഇൻറ്റു 1 - 2/z ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു -1/z ഇൻറ്റു അതിനെ എക്സ്പാൻഡ് ചെയ്യാണ് 1 പ്ലസ് 1/z പ്ലസ് 1/z ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1/z ഇൻറ്റു 1 പ്ലസ് 2/z പ്ലസ് 2/z ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതാണ് ലോറൻസ് സീരീസ് എന്നുള്ളത്. അപ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൽ ഇങ്ങനെ റീജിയനാക്കി മാറ്റുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്താണ് വരുന്നത് ആ ടേമിനെ പുറത്തേക്ക് എടുത്ത് അതിനെ ഹോൾ ഇൻവേഴ്സ് ആക്കി എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.